പ്രിയപ്പെട്ടവർക്ക് വിട നൽകാൻ നാട്. ഞാൻ വേല എന്റെ കുട്ടിക്ക് മക്കൾ കൊടുത്തേ ഇതുപോലൊരു മോനില്ല. ഞാൻ എന്നെ ജീവിച്ചിരിക്കണേ. എന്നെ മോനെ. അമ്മമാരുടെയും സഹോദരിമാരുടെയും ഭർത്താക്കന്മാരുടെയും ഭാര്യമാരുടെയും ഒക്കെ തോരാത്ത കണ്ണുനീരിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കുവൈറ്റിൽ ഓർക്കാപ്പുറത്ത് തീയായി വന്ന മരണത്തിന് കീഴടങ്ങി ഒരുപാട് ആളുകൾക്ക് വേണ്ടി കേരളം കേഴുകയാണ്. ദുരന്തത്തിൽ മരിച്ചവർക്ക് വിട നൽകാൻ ഒരുങ്ങുകയാണ് നമ്മുടെ നാട്. മൃതദേഹവുമായി കുവൈറ്റിൽ നിന്ന് പുറപ്പെട്ട വ്യോമസേനാ വിമാനം അല്പസമയത്തിനകം നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങും. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കൊച്ചിയിൽ വിമാനത്താവളത്തിലെത്തും. ദുരന്തത്തിൽ മരിച്ച 23 മലയാളികളുടെ മൃതദേഹങ്ങൾ പ്രത്യേക ആംബുലൻസുകളിൽ ഓരോ വീട്ടിലും എത്തിക്കും. ഓരോ ആംബുലൻസിനും പോലീസ് വാഹനം അകമ്പടി ഉണ്ടാകും. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരുടെ മൃതദേഹം ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. തമിഴ്നാട്ടിൽ നിന്നുള്ള ആംബുലൻസുകൾ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞു. 56 പേർ കുവൈറ്റിലെ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിലുണ്ട്. 23 മലയാളികളും 7 തമിഴ്നാട് സ്വദേശികളും അവരുടെ മൃതദേഹങ്ങളാണെന്ന് എത്തിക്കുക. അതുപോലെ കർണാടകത്തിൽ നിന്നുള്ള ഒരാളിൻ്റെ മൃതദേഹം കൂടി കൊച്ചി നെടുമ്പാശ്ശേരിയിൽ എത്തും. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് വിഷ്ണു സുരേഷ്, അതുപോലെ വിനീത വി ജി, ദുബായിൽ നിന്ന് അരുൺ പാറാട്ട്, എസ് ശ്യാംകുമാർ എന്നിവർ നമുക്കൊപ്പം ചേരും. ആദ്യം നമ്മൾ എസ് ശ്യാംകുമാറിലേക്കാണ് പോകുന്നത്. ആദ്യം വിഷ്ണു സുരേഷാണ് നമുക്കിപ്പോൾ ആദ്യം കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ചേരുക. വിഷ്ണു, എപ്പോഴാണ് മൃതദേഹങ്ങൾ എത്തിച്ചേരുക? ഈ വിമാനം ലാൻഡ് ചെയ്യുന്ന സമയം നമുക്ക് എയർപോർട്ടിൽ നിന്ന് അറിയാൻ കഴിഞ്ഞോ? ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. SKN 6:45 കുവൈറ്റിൽ നിന്ന് വിമാനം പുറപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 9:30 വിമാനം നെടുമ്പാശ്ശേരിയിലേക്ക് എത്തും എന്നാണ് ലഭിക്കുന്ന വിവരം. 41 പേർ, 45 പേരുടെ മൃതദേഹവുമായാണ് വിമാനം എത്തുന്നതെങ്കിൽ 31 പേരുടെ മൃതദേഹമാണ് നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിക്കുക. ഇവിടെ അതിൽ 23 മലയാളികൾ, 7 തമിഴ്നാട് സ്വദേശികൾ, 1 കർണാടക സ്വദേശി, അങ്ങനെ 31 പേരുടെ മൃതദേഹമായിരിക്കും നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിക്കുക. അതിൽ 23 പേരുടെ പൊതുദർശനം, ഒരു സർക്കാരിൻ്റെ അന്ത്യോപചാരത്തിന് പൊതുദർശനം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. നിലവിൽ എറണാകുളം DIG പുട്ട ഉമലാദിത്യ, എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ അവസാനവട്ട സുരക്ഷാ സജ്ജീകരണങ്ങളൊക്കെ നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മന്ത്രി K രാജൻ, P രാജീവ്, വീണ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഈ വിമാനം എത്തിയതിനു ശേഷമായിരിക്കും അദ്ദേഹം ആ വിമാനത്താവളത്തിലേക്ക് എത്തുക എന്നാണ് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിദാരുണമായ സംഭവം, വലിയ സങ്കടം നാടിന് സമ്മാനിച്ച അവർ നാടിന് വലിയ സങ്കടം ഉണ്ടാക്കുന്ന ഒരു വാർത്ത. ഒരുപക്ഷെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നാടിൻ്റെ വിങ്ങലായി 23 പേരും മാറുന്നു എന്നുള്ളതാണ്. ഇവിടെ നിന്ന് പുറപ്പെടുന്ന ആംബുലൻസിന് പോലീസ് അകമ്പടി ഉണ്ടാകും. വീട് വരെ പോലീസ് അകമ്പടി നൽകും. തമിഴ്നാട്ടിലേക്കുള്ള ആംബുലൻസിനും പോലീസ് അകമ്പടി ഉണ്ടാകും. ബോർഡർ വരെയായിരിക്കും പോലീസ് ഈ തമിഴ്നാട്ടിലേക്കുള്ള വാഹനങ്ങൾക്ക് അകമ്പടി നൽകുക. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ വ്യോമസേന വിമാനത്തിലുണ്ട്. അവരിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രി K രാജൻ, P രാജി ഉൾപ്പെടെയുള്ള ആളുകളായിരിക്കും മൃതദേഹം ഏറ്റുവാങ്ങുകയും ചെയ്യുക. SK. ഓക്കെ, വിഷ്ണു സുരേഷാണ് കൊച്ചി എയർപോർട്ടിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്. അതേപോലെ മൃതദേഹം ഏറ്റുവാങ്ങാൻ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല ആളുകളും എത്തുന്നു. ബന്ധുജനങ്ങളൊക്കെ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും എയർപോർട്ടിൽ എത്തുന്നുണ്ട്. വിനീത വി ജി നമുക്കൊപ്പം ചേരുകയാണ്. വിനീത, യഥാർത്ഥത്തിൽ ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ ആരൊക്കെ എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്? കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ബന്ധുക്കളൊക്കെ എത്തിക്കഴിഞ്ഞോ? തീർച്ചയായിട്ടും ഒരു കണ്ണീർ കടലായി നമ്മുടെ ഈ കൊച്ചി വിമാനത്താവളം മാറിക്കഴിയുമോ? തീർച്ചയായും SKN, ഉള്ളുരുകുന്ന വേദനയോട് കൂടി തന്നെയാണ് ഓരോ കുടുംബവും അവരുടെ ബന്ധുക്കളും ഒക്കെ ഇവിടേക്ക് എത്തുന്നത്. 23 മലയാളികളുടെ മൃതദേഹങ്ങളാണ് നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിക്കുക. ഇന്ത്യൻ സമയം 5:10 കുവൈറ്റിൽ നിന്നുള്ള വ്യോമസേനാ വിമാനം പുറപ്പെട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് 8:30 ഇപ്പോൾ നമ്മൾ അറിയുന്നതനുസരിച്ച് ഒരു 31 മൃതദേഹങ്ങളാണ് ഇവിടെ വരുന്നത്. 23 നമ്മുടെ കേരളത്തിൻ്റെ, ഒരു 7 തമിഴ്നാടിൻ്റെ,
ഒരു കർണാടകയുടെയാണ്. അങ്ങോട്ടേക്കെല്ലാം നമ്മുടെ വാഹനങ്ങൾ പൈലറ്റ് പോകുന്നുണ്ടോ? തമിഴ്നാട് നമ്മളെല്ലാവർക്കും പൈലറ്റ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അല്ല, ഇവിടെ എല്ലാ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. അല്ല, ആസ് ഓഫ് നൗ സമയം ഇവർ 10:30 അറിയിച്ചിട്ടുണ്ട്. ബാക്കി വിവരങ്ങൾ അതനുസരിച്ച് നമുക്കറിയാം. അതാണ് ഇപ്പോൾ ഇവർ അറിയിച്ചത്, എയർപോർട്ട് അതോറിറ്റീസ് അറിയിച്ചത്. അത് അറിയില്ല. ആസ് ഓഫ് നമ്മൾ ഓരോ വാഹനങ്ങൾക്ക് ഓരോ പൈലറ്റായിട്ട് അവരെ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. എറണാകുളം റേഞ്ച് DIG പുട്ടവിമാലാദിത്യ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു. പോലീസ് സന്നാഹം കർക്കശമാക്കിയിട്ടുണ്ട്. എയർപോർട്ടിൽ എല്ലാ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസിനു സുരക്ഷയായി പോലീസ് വാഹനങ്ങളുണ്ടാകും. കർണാടക സ്വദേശി മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസിനെ അതിർത്തി വരെ നമ്മുടെ പോലീസ് അനുഗമിക്കും. അതുപോലെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ആംബുലൻസിനും തമിഴ്നാട് അതിർത്തി വരെ കേരള പോലീസിൻ്റെ വാഹനം അകമ്പടി ഉണ്ടാക്കും. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് വെളുപ്പിന് കുവൈറ്റിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മൃതദേഹങ്ങൾ കുവൈറ്റ് എയർപോർട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ഇന്ന് വെളുപ്പിന് തന്നെ വിമാനം അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്തു. കുറച്ച് സമയം കഴിയുമ്പോൾ കൊച്ചി വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങും. ഈ മുഴുവൻ മലയാളികളുടെയും അതുപോലെ ഒരു കർണാടക സ്വദേശി ബാക്കി തമിഴ്നാട്ടുകാരുടെയും മൃതദേഹങ്ങൾ 7 തമിഴ്നാട് സ്വദേശികൾ ഈ അപകടത്തിൽ മരിച്ചിരുന്നു. അവരുടെയും മൃതദേഹങ്ങൾ കൊച്ചിയിലാണ് ഇറക്കുക. പോലീസ് അകമ്പടിയോടെ മൃതദേഹങ്ങൾ ഓരോ വീട്ടിലും എത്തിക്കും. ദുഃഖം കനിഭവിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ തന്നെ കൊച്ചി വിമാനത്താവളത്തിലുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് കണ്ണീർ പാടം പോലെയായി മാറുമോ കൊച്ചി വിമാനത്താവളം എന്ന് എനിക്ക് സംശയമുണ്ട്. പല പ്രേക്ഷകരും പറയുന്നു ഞങ്ങൾക്ക് തന്നെ ഇത് താങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ബന്ധുജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പല പ്രേക്ഷകരും പറയുന്നു. ഒരുപക്ഷേ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിട്ട് ഈ കുവൈറ്റിലെ തീപിടുത്തം മാറിക്കഴിഞ്ഞു. വിനീത VG നമുക്കൊപ്പം തുടരുകയാണ്. വിനീത, മറ്റ് എന്ത് വിവരങ്ങളാണ് ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്? SKN ഇന്ത്യൻ സമയം പുലർച്ചെ 5:10 കൂടി തന്നെ കുവൈറ്റിൽ നിന്ന് വ്യോമസേനയുടെ വിമാനം പുറപ്പെട്ടിട്ടുണ്ട്. അത് ഏതാണ്ട് 8:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 31 മൃതദേഹങ്ങളാണ് ആ വിമാനത്തിൽ ഇവിടേക്ക് എത്തിക്കുന്നത്. വിദേശകാര്യ സഹമന്ത്രി കൂടി ആ വിമാനത്തിലുണ്ടെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ഈ 31 പേരിൽ 23 മലയാളികളാണുള്ളത്. അവരുടെ മൃതദേഹം കൊച്ചിയിലേക്ക് എത്തിക്കും. ആ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായി അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരും. ഇപ്പോൾ മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, കെ രാജൻ എന്നിവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അല്പസമയം മുൻപ് ആലുവ റൂറൽ SP ഇവിടേക്ക് എത്തിയിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ എയർപോർട്ടിന് സമീപമുള്ള VIP ലോഞ്ചിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പോലീസ് വാഹനങ്ങളൊക്കെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അല്പസമയം മുൻപാണ് SP-യുടെ നേതൃത്വത്തിലുള്ളൊരു യോഗം നടന്നിട്ടുണ്ടായിരുന്നു. അതായത് തുടർ നടപടികൾ ഏത് തരത്തിൽ വേണം, ക്രമീകരണങ്ങൾ, ഗതാഗത നിയന്ത്രണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് പ്രധാനമായും അതിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ മൃതദേഹം കൊണ്ടുപോകുന്നതിനുള്ള ആംബുലൻസും സജ്ജമാക്കിയിട്ടുണ്ട്. ഓരോ ആംബുലൻസിനൊപ്പവും അതത് മേഖലയിലേക്കുള്ള പോലീസ് വാഹനം കൂടി അകമ്പടി പോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ നെടുമ്പാശ്ശേരിയിൽ തന്നെയായിരിക്കും തമിഴ്നാട്ടിലെയും ഒപ്പം കർണാടകത്തിലെയും സ്വദേശികളുടെ മൃതദേഹം കൂടി ഇവിടേക്ക് എത്തിക്കുക. ജില്ലാ കളക്ടറിന് ഇതുമായി ബന്ധപ്പെട്ട് ഏകോപനത്തിന്റെ ചുമതല ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതത് ആംബുലൻസുകളിൽ അവരുടെ മൃതദേഹങ്ങൾ ജന്മനാടുകളിലേക്ക് കൊണ്ടുപോകും. അതിർത്തി വരെ കേരള പോലീസിന്റെ ഒരു വാഹനം കൂടി അകമ്പടി പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ മന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്കുള്ള യാത്രയുടെ ഭാഗമായി ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കേന്ദ്രാനുമതി ലഭ്യമാകാത്തതിനാൽ ആ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ എല്ലാവിധ ഏകോപനങ്ങളും എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നടപടിക്രമങ്ങൾ വളരെ വേഗം പൂർത്തിയാക്കിക്കൊണ്ട് തന്നെയാണ് ഈ മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം കൊച്ചിയിലേക്ക് എത്തിക്കുന്നത്. നേരത്തെ തന്നെ കുവൈറ്റിൽ നിന്ന് അവരുടെ സൈനിക വിമാനത്തിൽ ഇവിടേക്ക് എത്തിക്കാമെന്നൊക്കെയുള്ള ചില അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ അത് വേണ്ട, ഇന്ത്യൻ തന്നെ വ്യോമസേനാ വിമാനം ഇതിനായി അയക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് അത്തരം നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയത്. ഒരുപക്ഷെ ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള സൗഹൃദപരമായിട്ടുള്ള ഒരു ഇടപെടലൊക്കെ ഇക്കാര്യത്തിൽ വളരെ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് കൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനീത VG ആണ് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നമുക്കൊപ്പം.